രാഹുൽ ഈശ്വർ, അതായത് ബോബി ചെമ്മണ്ണൂരിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ദ്വയാർത്ഥ പ്രയോഗം നടത്തി, അദ്ദേഹം ജയിലിലായി. അപ്പോൾ കോടതി വീണ്ടും ജാമ്യം അനുവദിച്ചപ്പോൾ ഹൈക്കോടതി വീണ്ടും പൊട്ടിത്തെറിച്ചതൊക്കെ നമ്മൾ കണ്ടതാണ്. അതിനോടനുബന്ധിച്ച് തന്നെയാണ് ചാനൽ ചർച്ചകളിൽ പങ്കെടുത്തുകൊണ്ട് ചില അഭിപ്രായങ്ങൾ പറഞ്ഞതിൻ്റെ പേരിൽ രാഹുൽ ഈശ്വറിനെതിരെയും ഈ പറയുന്ന ഹണി റോസ് പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലെന്താണ് കേസെടുക്കാത്തത് എന്നൊരു വലിയ ചർച്ച ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. അത് പോലീസ് നിയമോപദേശം തേടിയെന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. പക്ഷേ നിയമോപദേശം തേടുന്നതിനപ്പുറത്തേക്ക് പോലീസ് പ്രാഥമികമായ അന്വേഷണം നടത്തി എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പ്രാഥമിക അന്വേഷണത്തിൽ പോലീസ് മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം മാത്രമാണ് പറഞ്ഞത്. ഇതിൽ സ്ത്രീത്വത്തെ ഹനിക്കുന്നതോ അല്ലെങ്കിൽ അവരുടെ അവകാശങ്ങളിലോ സ്വാതന്ത്ര്യത്തിലോ കടന്നു കയറുന്ന യാതൊരു കാര്യമില്ല എന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. അതിനെക്കൊണ്ട് കേസെടുക്കാൻ പറ്റില്ല എന്നും പറയുന്നുണ്ട്. ഒപ്പം വേണമെങ്കിൽ നിങ്ങൾ കോടതിയിൽ പോയാൽ കേസെടുക്കാം, കോടതിയെ സമീപിച്ചോളൂ എന്ന് പോലീസ് പറയുന്നതായിട്ടാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. അപ്പോൾ ഇതിനെപ്പറ്റി രണ്ട് ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇത് ശരിയാണോ, പോലീസ് സഹായിക്കുകയാണ്, അങ്ങനെയൊക്കെ പല നിങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ എന്താണ് മാഷിൻ്റെ ഒരു അഭിപ്രായം? അതായത് രാഹുൽ ഈശ്വർ പറഞ്ഞ കാര്യം അല്ലെങ്കിൽ രാഹുൽ ഈശ്വറിന് അങ്ങനെ ഒരു അഭിപ്രായമേ പറയാൻ പാടില്ല എന്ന ഒരു ചിന്താഗതി ശരിയാണോ? അല്ല, ബോച്ചെ എന്താണ് കോടതി പിടികൂടിയത്? ബോച്ചെ ദ്വയാർത്ഥ പ്രയോഗം നടത്തി സ്ത്രീത്തെ ബോധപൂർവം തന്നെ അവമാനിക്കാനായിട്ട് ശ്രമിച്ചെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടു. അതെ, അതുകൊണ്ട് കോടതി അദ്ദേഹത്തിനെതിരെ നീങ്ങുകയും അങ്ങനെ നീങ്ങിയ കോടതി അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ച സമയത്ത് ആ കോടതിയെ അപഹസിക്കാനും പരിഹസിക്കാനും ബോച്ചയും ബോച്ചയുടെ അനുയായികളൊക്കെ ശ്രമിച്ച സമയത്താണ് കോടതി പൊട്ടിത്തെറിച്ചത്. കാരണം കോടതി വളരെ നല്ല രീതിയിലോ അല്ലെങ്കിൽ ഏവർക്കും സ്വീകാര്യമായ എന്ന് വെച്ചാൽ നമ്മൾ അമിക്കബിൾ എന്ന് പറയുന്ന രീതിയിൽ ഉള്ള നിലപാടെടുത്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ജാമ്യം കൊടുക്കുന്നത്. പക്ഷെ അങ്ങനെ ജാമ്യം കൊടുത്ത് കോടതിയെ പരിഹസിക്കാൻ അദ്ദേഹത്തിൻ്റെ അനുയായികൾ, അദ്ദേഹം പൈസ കൊടുത്ത് നിർത്തിയിരിക്കുന്നതായിട്ടുള്ള ഫാൻസ് ശ്രമിച്ചതാണ് പ്രശ്നങ്ങളുണ്ടാകാൻ കാരണം. അഡ്വക്കേറ്റ്സിൻ്റെ നിർദ്ദേശപ്രകാരമാണ് പിന്നീട് അവർ പിരിഞ്ഞു പോയത്. ഇത് നമുക്കറിയാവുന്ന. അതേ സമയത്ത് തന്നെയാണ് ബോച്ചയെ ന്യായീകരിച്ചുകൊണ്ട് ചാനലിൽ വരികയും സ്വന്തം അഭിപ്രായ പ്രകടനമൊക്കെ നടക്കുകയും ചെയ്യുന്നതായിട്ടുള്ള രാഹുൽ ഈശ്വറിനെതിരെയും ഹണി റോസ് പരാതി കൊടുത്തു. പക്ഷേ ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അപ്പം തന്നെ ഓടിച്ചെന്ന് രാഹുൽ ഈശ്വറിനെ പിടിച്ച് ജയിലിലിട്ടില്ല. അതെ, പകരം പക്വതയുടെ കാര്യങ്ങൾ പരിശോധിക്കുകയും രാഹുൽ ഈശ്വർ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് ചാനൽ ചർച്ചയിലെ വീഡിയോ ഒക്കെ പരിശോധിച്ചു. അങ്ങനെ പരിശോധിച്ച സമയത്ത് കോടതിക്ക് തോന്നിയ അദ്ദേഹത്തിൻ്റെ ഭരണഘടന അനുവദിക്കുന്ന അഭിപ്രായ പ്രകടനം, ഫ്രീഡം ഓഫ് സ്പീച്ച്, ആ ഫ്രീഡം ഓഫ് സ്പീച്ച് വളരെ കൃത്യമായിട്ടുള്ള രീതിയിൽ അദ്ദേഹം കാര്യങ്ങൾ മനസ്സിലാക്കി പ്രയോഗിച്ചു എന്നേ പോലീസിന് തോന്നിയുള്ളൂ. അപ്പം അയാളെ പോയി അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവസാനം ആളുകളുടെ ചീത്ത മുഴുവൻ പോലീസിനെ നേരെയായിരിക്കും. അതുകൊണ്ട് പോലീസ് അത് ചെയ്തില്ല എന്നുള്ളതാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, അന്വേഷണം നടത്തിയിട്ടുണ്ട് പ്രാഥമികമായി. രാഹുൽ ഈശ്വർ പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് ഹണി റോസ് കുറച്ചുകൂടിയൊക്കെ വസ്ത്രം ധരിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നേനെ എന്നുള്ള ഒരു അഭിപ്രായ പ്രകടനം. അത് നമുക്ക് പറയാം, ആർക്കും പറയാവുന്ന ഒരു അഭിപ്രായ പ്രകടനമാണ്. പക്ഷേ അവരങ്ങനെ തന്നെ വസ്ത്രം ധരിക്കണം, അതായത് നിർബന്ധം പിടിക്കാൻ പാടില്ല. നിങ്ങൾ ഇങ്ങനെയല്ല, നിങ്ങളുടെ ശരീരം മുഴുവനും മറച്ചുകൊണ്ട് വസ്ത്രം ധരിക്കണം എന്ന് പറയുന്നത് നമ്മൾ രാഹുൽ ഈശ്വർ തന്നെ എതിർക്കുന്ന കക്ഷി മുസ്ലിങ്ങൾ ഇപ്പോൾ ദേഹം മുഴുവനും മറച്ചിട്ട് ഉള്ള വസ്ത്രമായിട്ട് വരുന്ന സമയത്ത് രാഹുൽ ഈശ്വർ അതിനെ എതിർക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഉള്ള നിർബന്ധമായിട്ട് നിങ്ങൾ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്ന് ഒരാൾ മറ്റൊരാൾക്കെതിരെ സംസാരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. പക്ഷെ നമ്മളൊരു അഭിപ്രായം പറയാം, ഇങ്ങനെയായിരുന്നു നന്നായിരുന്നേനെ എന്ന് പറയാം. അതേ രാഹുൽ ഈശ്വർ നടത്തിയിട്ടുള്ളൂ എന്ന നിലയ്ക്ക് പോലീസ് നിലപാടെടുക്കുമ്പോഴാണ് പോലീസ് അറസ്റ്റ് ചെയ്യാത്തതെന്നാണ് ഈ മനസ്സിലാക്കുന്നത്. വീഡിയോ മുഴുവനും പരിശോധിച്ചിട്ടുണ്ടാവും. അതെ, അപ്പോൾ ബോധപൂർവം തന്നെ ആയിരിക്കണം രാഹുൽ ഈശ്വർ ആ വീഡിയോയിൽ പ്രതികരിച്ചിട്ടുണ്ടാകും. അതിൻ്റെ അടിസ്ഥാനത്തിൽ അയാൾക്കൊരു സേഫ് സോൺ നിർമ്മിച്ചിട്ടായിരിക്കും അയാളത് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു നിലപാടുമായിട്ട് അദ്ദേഹം മുന്നോട്ട് പോകുന്നത് എന്നാണ് എനിക്കൊന്ന്. പോലീസും അതേ നിലപാടുകളിലേക്ക് പോകുന്നത്. എന്നാൽ രാഹുൽ ഈശ്വറിനെതിരെ പലരും പരാതികളുമായിട്ട് കോടതിയുടെ മുന്നിലും അതുപോലെ തന്നെ പോലീസിന് മുന്നിലും ചെല്ലുന്നുണ്ട്. അതിൻ്റെ കാരണം പലപ്പോഴും രാഹുൽ ഈശ്വർ പറയാൻ പാടില്ലാത്തതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറയുന്ന, ഈ സൂര്യന് താഴെയുള്ള എല്ലാ വിഷയങ്ങളെക്കുറിച്ചും തനിക്കറിയാം, അതുകൊണ്ട് താൻ അതിനെക്കുറിച്ചൊക്കെ പറയും, അത് വിധിക്കാനായിട്ടുള്ള ഒരു ജഡ്ജിങ് കപ്പാസിറ്റി തനിക്കുണ്ട് എന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ട്. അത് പൊതുവെ ആളുകൾക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. നമ്മളുടെ അഭിപ്രായങ്ങൾ പറയാം എന്നല്ലാണ്ട് അതിനെ ഒരു ജഡ്ജ്മെൻറ്റിൻ്റെ രൂപത്തിൽ അവതരിപ്പിക്കുന്നത് അപകടമാണ്.
എനിക്ക് ഇങ്ങനത്തെ ഒരു അഭിപ്രായമുണ്ട് എന്ന് പറയുന്നത് കുഴപ്പമില്ലാത്തൊരു കാര്യം. പക്ഷെ അതൊരു വിധിയെ വാചകമായിട്ട് പ്രഖ്യാപിക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. എന്തായാലും രാഹുൽ ഈശ്വറും ഹണി റോസും ബോച്ചയും ഒക്കെ പതുക്കെ പതുക്കെ ഇങ്ങനെ വാർത്തകളിൽ നിന്ന് ഒഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. കാരണം അതിൻ്റെ ഒരു എന്താണ് നിറഞ്ഞാട്ടമൊക്കെ കഴിഞ്ഞു. ഞാൻ അതിൻ്റെ പടിയിറക്കമാണ്. ഒരു 2 ആഴ്ച കൊണ്ട് കഴിഞ്ഞാൽ ഈ വിഷയം ആരും സംസാരിക്കാൻ സാധ്യതയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, തീർച്ചയായിട്ടും. അത് മലയാളികൾ പെട്ടെന്ന് കാര്യങ്ങളെല്ലാം ഇപ്പം പണ്ടൊരു ഒരാൾ പറഞ്ഞത്, ഒരു രാഷ്ട്രീയത്തെ പറ്റി സംസാരിക്കും പറഞ്ഞത്, 5 കൊല്ലം UDF 5 കൊല്ലം LDF മാറി മാറി വരുന്നത് ജനങ്ങൾ പെട്ടെന്ന് ജനങ്ങൾക്ക് മറക്കാനുള്ളൊരു കഴിവുണ്ട്. കാരണം 5 വർഷം മുമ്പ് ഇതായിരുന്നു അവസ്ഥ എന്നുള്ളത് ഇപ്പോൾ ആളുകൾ മറന്നുപോകും. അപ്പോൾ ഇപ്പോഴത്തെ കാര്യം മാത്രമേ ആളുകൾക്ക് ഓർമ്മയിൽ നിൽക്കുമെന്ന് പറയുന്നത് പോലെ സമയം കഴിയും പ്രത്യേകിച്ച് മലയാളിക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മറക്കാനുള്ളൊരു ശേഷി കൂടുതലാണ് എന്ന് പറയും. രാഹുൽ ഈശ്വർ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു ഈ അറസ്റ്റ് തടയണം, മുൻകൂർ ജാമ്യം വേണം എന്ന് ആവശ്യപ്പെട്ടു. അപ്പോൾ ഹൈക്കോടതി കേസ് പരിശോധിച്ച ശേഷം ഹൈക്കോടതി അറസ്റ്റ് തടഞ്ഞു. അറസ്റ്റ് ഇപ്പോൾ ചെയ്യരുത് എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കോടതി ചില കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കുമല്ലോ അങ്ങനെ ഒരു ഉത്തരവ് പുറപ്പെടുവിക്കണമെങ്കിൽ തന്നെ. കാര്യം പ്രാഥമികമായി നോക്കുമ്പോൾ വലിയ കഴമ്പില്ല എന്ന് കോടതിക്ക് മനസ്സിലായിട്ടായിരിക്കുമല്ലോ ഇത്തരൊരു സംഭവം ഉണ്ടായിട്ടുണ്ടാവുക. അപ്പോൾ ഇവിടെ ഞാൻ ചോദിക്കുന്നത്, നമ്മുടെ ഈ പലപ്പോഴും മാധ്യമപ്രവർത്തകർക്കെതിരായിക്കൊണ്ട് ഈ പല രാഷ്ട്രീയ പാർട്ടിക്കാരുമൊക്കെ ഇപ്പം മാപ്രാവിളിയൊക്കെ ആയിട്ട് രംഗത്ത് വരുന്നുണ്ട്. അത് ശരിയായ കാരണങ്ങളുണ്ട്, അല്ലാത്തതുണ്ട്. പക്ഷേ ഒരഭിപ്രായവും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് എതിരെ വരുമ്പോൾ അല്ലെങ്കിൽ ചില ആളുകൾക്ക് നേരെ വരുമ്പോൾ അത് പറയാൻ പാടില്ല. ഞങ്ങൾക്ക് വരുമ്പോൾ അത് പറയരുത്, മറ്റുള്ളവർക്ക് നേരെ പറഞ്ഞോളൂ എന്നൊരു നയം വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ആർക്കെതിരെയും ആർക്കും ഒന്നും സംസാരിക്കാൻ പറ്റില്ല, അതൊക്കെ എൻ്റെ സ്വാതന്ത്ര്യത്തിലേക്കുള്ള കടന്നുകയറ്റമാണ് എന്ന രീതിയിലും ചില വിലയിരുത്തലുകൾ അല്ലെങ്കിൽ ഒരു നരേഷൻ നടക്കുന്നുണ്ട്. അത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? അല്ലേ, അഭിപ്രായ പ്രകടനം ഇങ്ങനെ വരുമ്പോഴേ ഈ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾക്കൊക്കെ പ്രസക്തി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം അഭിപ്രായം പറയുമ്പോൾ അത് പലപ്പോഴും ഈ ദാർശനികമായോ അല്ലെങ്കിൽ പ്രത്യയശാസ്ത്രപരമായ വിമർശനം മാത്രമല്ല. ഒരു പാർട്ടിക്കെതിരെ ഉള്ളൊരു വിമർശനം, പാർട്ടി നേതാവിനെതിരെയുള്ള വിമർശനം എന്ന് പറയുന്നത് പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള വിമർശനങ്ങളാണെങ്കിൽ ആർക്കും പരാതി പറയാൻ പറ്റില്ല. പക്ഷേ അതിനോടൊപ്പം അത് വ്യക്തിഹത്യയിലേക്കും കൂടി നയിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ പുതിയ കാലത്ത് വരുന്നൊരു മുദ്രാവാക്യം എന്ന് പറയുന്നത് പേഴ്സണൽ ഈസ് പൊളിറ്റിക്കൽ എന്നതാണ്. അതായത് ആ വിമർശനം പറയുന്ന ആളുകൾ പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വ്യക്തിപരമായ കാര്യവും രാഷ്ട്രീയ കാര്യവുമായിട്ട് ബന്ധമുണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും വിമർശിക്കപ്പെടുമ്പോൾ അത് വ്യക്തിപരമായിട്ടുള്ള വിമർശനം കൂടിയായി മാറുകയാണ് ചെയ്യുന്നതെന്നാണ്. അപ്പോൾ ഈ വിമർശനത്തിൻ്റെ ഒരു പരിധി നിശ്ചയിക്കാൻ കോടതിക്കോ അല്ലെങ്കിൽ നമ്മുടെ സാമൂഹിക ക്രമത്തിനോ കഴിഞ്ഞാൽ ഇത്തരം പ്രശ്നങ്ങൾ വേണമെങ്കിൽ ഒഴിവാക്കപ്പെടാം. അല്ലെങ്കിൽ ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കും. തീർച്ചയായും. പക്ഷേ അധികാരമുള്ളവർ അവർക്കെതിരെ വരുന്നതായിട്ടുള്ള അഭിപ്രായത്തെ എല്ലാ തരത്തിലും അടിച്ചമർത്താനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. അധികാരമില്ലാത്തവനെതിരെ എന്ത് അഭിപ്രായം പറയാം? കാരണം എന്താണ്, നമ്മുടെ നേരെ ഒരിക്കലും അധികാരത്തിൻ്റെ ഹസ്തങ്ങൾ കടന്നു വരികയോ അത് നമ്മളെ തൊണ്ടയിൽ കയറി പിടിക്കുകയോ ചെയ്യില്ല. പക്ഷേ നമ്മൾ അധികാരികൾക്കെതിരെ സംസാരിച്ചാൽ അവർ നമ്മളെ കുത്തിപ്പിടിക്കും. അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ ഒരു പൗരന് ഈ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ടോ, ഭരണഘടന വാഗ്ദാനം ചെയ്യുന്നതായിട്ടുള്ള അഭിപ്രായം പറയാനായിട്ട് കഴിയുമോ എന്ന ചോദ്യം അവിടെ പ്രസക്തമായി തീരുകയാണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറയപ്പെടുന്ന അഭിപ്രായങ്ങൾ മുഴുവനും എന്തിനെക്കുറിച്ചും അഭിപ്രായം പറയാനായിട്ടുള്ളൊരു അവകാശത്തിൻ്റെ തോതിലേക്ക് കയറുകയും ആരെക്കുറിച്ചും എന്തും വിളിച്ചു പറയാവുന്ന രീതിയിലേക്ക് അത് മാറുകയും ചെയ്യും. അത് ശരിയാണോ എന്നതാണ് രണ്ടാമത്തെ ചോദ്യം. ഈ രണ്ട് പ്രശ്നങ്ങളും യഥാർത്ഥത്തിൽ നമ്മളുടെ മുന്നിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് വിമർശനം എന്ന് പറയുന്നത് ശരിയായ വിമർശനമായിരിക്കണം. അതൊരിക്കലും വ്യക്തി കേന്ദ്രീകൃതമാകുകയോ വ്യക്തിഹത്യക്കുള്ളതായിട്ടോ മാറിത്തീരാൻ പാടില്ല. നമുക്കറിയാം, ഇവിടെ പിണറായി വിജയനെതിരെ വിമർശനം നടത്തുമ്പോൾ പലരും ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും അദ്ദേഹത്തിൻ്റെ മകളെയും ഭാര്യയും ഒക്കെ അടച്ചാക്ഷേപിക്കുന്ന തരത്തിൽ ഒരുപാട് വിമർശനങ്ങൾ വരാറുണ്ട്. ഏറ്റവും കൂടുതൽ വിമർശനം നേരിടുന്ന ഒരു വ്യക്തി എന്ന നിലക്കാണ് പിണറായി വിജയൻ്റെ പേര് ഞാൻ പറഞ്ഞത്, അത്രേ ഉള്ളൂ. അതെ അതെ അതെ. അപ്പോൾ അവിടെ രാഷ്ട്രീയമായിട്ടുള്ള വിമർശനം മാത്രമല്ല അദ്ദേഹത്തിന് നേരെ ഉയർന്നു വരുന്നത്. പകരമായിട്ട് വ്യക്തിപരമായിട്ട് കുടുംബപരമായിട്ട് മകളും മരുമോൻ അങ്ങനെ എല്ലാവർക്കെതിരെയും വിമർശനങ്ങൾ വരുന്നു. അത് ശരിയല്ല. അത് അങ്ങനെ ആകാൻ പാടില്ല. അങ്ങനെ ആയിക്കഴിഞ്ഞാലുള്ള കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഒരു ഇരയായി മാറും എന്നുള്ളതാണ്. മറ്റൊരു കൂട്ടമായിട്ട് വേട്ടയാടുന്ന ഒരു അവസ്ഥയും ഉണ്ടാകും. അതൊക്കെ നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. വിമർശിക്കണം. ആ വിമർശനം എന്ന് പറയുന്നത് അതിൻ്റേതായ പരിമിതികൾ മനസ്സിലാക്കിയിട്ട് നിർവഹിക്കപ്പെടേണ്ടതായിട്ടുള്ള ഒരു കർമ്മമാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോഴാണ് സമൂഹത്തിന് അത് ഗുണകരമായി മാറിത്തീരുക. ഈ ക്രിറ്റിസിസം എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ ഒരു ആവശ്യമാണ്. എങ്കിലും നമുക്ക് നല്ലൊരു സമൂഹമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ പരിധി എന്ത് എന്നത് നമ്മളെല്ലാവരും കൂടി
അംഗീകരിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ അംഗീകരിച്ച് മുന്നോട്ട് പോയാൽ വളരെ നല്ല രീതിയിൽ ക്രിറ്റിസൈസ് ചെയ്യാൻ, വിമർശിക്കാൻ ആയിട്ടുള്ള സ്പേസ് ഉണ്ടാവും. ഇപ്പോൾ പഴയ കാലത്ത് ഇതിനൊക്കെ എഡിറ്റേഴ്സ് ഉണ്ടായിരുന്നു. അതെ, നമ്മൾ പത്രത്തിൽ ഒരു സാധനം എഴുതി കൊടുത്തു, വിമർശനം എഴുതി കൊടുത്തു, അത് പരിധി ലംഘിച്ചു എന്ന് വെച്ചാൽ എഡിറ്റർ അത് വെട്ടി മാറ്റും, എന്നിട്ടേ വരുള്ളൂ. സോഷ്യൽ മീഡിയയ്ക്ക് എഡിറ്റേഴ്സ് ഇല്ല, അതുകൊണ്ട് എന്തും വരും. അതാണ് അതിൻ്റെ അപകടം. ആ അപകടം തിരിച്ചറിഞ്ഞ് സ്വയം തിരുത്തുന്ന തരത്തിലേക്ക് സമൂഹം മാറിയാൽ മാത്രമേ ഈ സമൂഹത്തിന് എന്തുള്ളൂ അതിജീവന ശേഷി ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തമ്മിൽ തല്ലി ചീത്ത പറഞ്ഞ് നശിച്ച് വീഴാവുന്നേ ഉള്ളൂ. തീർച്ചയായും.